പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ ഇസ്രയേലിന്റെ സൈനിക ശേഷിയെക്കുറിച്ചും നിലനിൽപ്പിനെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ആണവശക്തിയില്ലാത്ത ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നത് പതിറ്റാണ്ടുകളായി മേഖലയിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായി കരുതപ്പെട്ടിരുന്ന അവരുടെ പ്രതിരോധ ശേഷിയിലുള്ള വിടവുകൾ തുറന്നുകാട്ടി. ഈ പശ്ചാത്തലത്തിൽ ആണവായുധ ശേഷിയുള്ള റഷ്യയെ പോലുള്ള ഒരു വൻ ശക്തിയുമായി ഏറ്റുമുട്ടാൻ ഇസ്രയേലിന് കഴിയുമോ എന്ന ആശങ്ക ശക്തമാണ്. ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്ന അമേരിക്കയ്ക്കും ഇത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ് ഇസ്രയേലിനുള്ളത്. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ ഉപയോഗിച്ചിരുന്ന അയൺ ഡോം ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ ഇസ്രയേലിന് വലിയ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ ഈ പ്രതിരോധ കോട്ടകൾ പൂർണ്ണമായും ഫലപ്രദമായില്ല. ഇത് പല സൈനിക നിരീക്ഷകരെയും ഞെട്ടിച്ചു. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ ഇസ്രയേലിന്റെ അതിർത്തി കടന്ന പ്രധാന സൈനിക താവളങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കി. ഇറാൻ ഒരു ആണവശക്തിയല്ല എന്നതിനാൽ അവരുടെ മിസൈലുകൾക്ക് ഇസ്രയേലിന്റെ പ്രതിരോധത്തെ തകർക്കാൻ കഴിയുമെന്നത് ലോകരാഷ്ട്രങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സംഭവം അമേരിക്കയും അമ്പരപ്പിച്ചു.